എനിക്ക് ഒരു പറഞ്ഞ മനസ്സിലാകാത്തൊരു സംഭവം എന്താണെന്ന് അറിയോ? എനിക്ക് മനസ്സിലാകാത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കയറി വരുമ്പോൾ സിനിമയിലേക്ക് കയറി വരുമ്പോൾ ഭയങ്കര അടിപൊളി ഡ്രസ്സിലൊക്കെ വരും. ദെൻ കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റി ഭയങ്കര എന്താണ് പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാടൻ വേഷത്തിലേക്ക് തിരിച്ചു വരും. ചിലർ ഭയങ്കര ക്യൂട്ടുള്ള നാടൻ വേഷത്തിൽ ധാവണി കൊടുത്ത് സാരി കൊടുത്ത് എന്നിട്ട് അവിടെ ഒന്ന് രണ്ട് പടം കഴിയുമ്പോൾ പിന്നെ തുണിയേ ഉണ്ടാവില്ല. ഇങ്ങനെയാണ് അല്ലേ? ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ആദ്യം വരുന്ന സമയത്ത് ഫുൾ സിമ്പിൾ ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ധാവണി കൊടുത്ത് അല്ലേ, ധാവണി കൊടുത്ത് ഈ ലുക്കിൽ വരുന്ന കുട്ടികൾ. ഇതൊക്കെ ഇനി എന്ത് സംഭവിക്കുന്നു ദൈവത്തിന് മാത്രം അറിയാം. പക്ഷെ ഇതിന് ഗോസിപ്പുണ്ട്. ഇതാണ് ഗോസിപ്പ്. നമ്മുടെ സോനാക്ഷി അല്ലേ, കണ്ടല്ലേ? സോനാക്ഷി ചെയ്തിരിക്കുന്ന പടങ്ങളൊക്കെ ഭയങ്കര സെക്സി ആയിട്ടുള്ള ഡ്രസ്സുകൾ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഏതാണ് സർദാറിന്റെ ഒരു ഫിലിം ഉണ്ടായിട്ടില്ലേ, അതിലേക്ക് അവള് വെരി ട്രഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ചും കൂടി സെക്സി ഫീൽ ഒക്കെ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആയിരുന്നു ഇട്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ രജനികാന്തിന്റെ മൂവിയിൽ വരുന്നത് എങ്ങനെയാണെന്നറിയോ? നായികയായിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല, പടത്തിന്റെ പേര് ലിംഗ എന്നാണ്. പടത്തില് രജനികാന്തിന് നായികയായിട്ട് വരുന്ന ഈ നമ്മുടെ സോനാക്ഷിക്ക് എന്ത് പറ്റിയോ എന്തോ വന്നിരിക്കുന്നത് ഒരു ആദിവാസികളൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ, 1914 നമ്മളെ ആദിവാസികളൊക്കെ ട്രൈബൽ ലുക്കിലാണ് വന്നിരിക്കുന്നത്. അതും കണ്ടല്ലേ നമ്മള് എന്താണ് ഇവിടെ ഒരു ഇത് മാത്രം, പിന്നെ ഇവിടുന്ന് ഒരു വള്ളി പോലത്തെ ഇത് മാത്രം, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഞാൻ പണ്ട് ഇങ്ങനെ കാട്ടിലൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് കാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ഒരു അടുപ്പമുണ്ട് എനിക്ക്. സീരിയസ് ആയിട്ട്. അതുകൊണ്ടാണ് തന്നെയാണ് എനിക്ക് നീതുവിനോടും ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം നീതുവിനെ എനിക്ക് ഈ ഡ്രസ്സിൽ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സോനാക്ഷി പടം ലിംഗ റിലീസ് ചെയ്യുന്നത് ഡിസംബർ 12 അന്ന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ രജനീകാന്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അത്രയും വല്ല ആ ഡേറ്റിന് അത്രയും സ്പെഷ്യാലിറ്റി രജനീകാന്തിന്റെ ബർത്ത്ഡേയും പ്ലസ് ആ മൂവി റിലീസ് ആവുന്നതും. എന്തായാലും സോനാക്ഷിക്ക് വന്ന ഈ മാറ്റം കണ്ടിന്യൂ ആവട്ടെ അല്ലേ? നോക്കാം വ്യൂവേഴ്സ് അക്സെപ്റ്റ് ചെയ്യോ പറയാൻ പറ്റില്ല. ചിലപ്പോ ഇതൊക്കെ എടുത്തു വന്നിട്ട് അടുത്ത സിനിമയ്ക്ക് അതൊന്നും കാണാത്ത രീതി എല്ലാം കാണിച്ചുകൊണ്ടുള്ള സംഭവമായിരിക്കും വരുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു നിമിഷത്തില് നമുക്കൊരു പാട്ട് കണ്ടാലോ ഇതുവേ കാണാലോ. അപ്പൊ ഒരു പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അടുത്ത ഗോസിപ്പ് വളരെ നമ്മളെപ്പോഴും നമ്മുടെ ഗോസിപ്പുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെന്നറിയോ? നയൻസ്. നയൻസിനെ പറ്റി നമ്മൾ ഒരുപാട് തവണ ഗോസിപ്പ് പറഞ്ഞു. പക്ഷെ ഇതൊരു വെറൈറ്റി ഗോസിപ്പ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. നയൻസ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീതി ഏതെങ്കിലും പടം കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ടോ? മലയാളത്തില് കുറെ, പക്ഷേ ഏറ്റവും ഫീൽ ചെയ്ത് ആകാശദൂത് അല്ലേ? ആകാശദൂത് പടം ഞാനും കണ്ടിട്ട് ഞാൻ വല്ലാണ്ട് ഫീൽ ചെയ്ത് കരഞ്ഞിട്ടുണ്ട്. അല്ലേ? സത്യം. ഇതുപോലെ പല പടങ്ങളും മലയാളത്തിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ട്, ആൾക്കാരെ കരയിപ്പിച്ച ഫിലിംസ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താണ് നമ്മുടെ സ്വന്തം മിയ അല്ലേ, മിയക്കുട്ടി മിയ തമിഴിൽ ആദ്യമായിട്ട് ചെയ്ത അമരകാവ്യം എന്ന് പറയുന്ന പടം. ആ ഫിലിം ആരാണ് ചെയ്തിരിക്കുന്നത്? സ്റ്റാറിംഗ് ചെയ്തിരിക്കുന്നത് ആര്യന്റെ ബ്രദർ സത്യയാണ്. ഈ ഫിലിം കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സത്യ ഒരു പ്രിവ്യൂ ചെയ്തിരുന്നു. ഈ ഫിലിം കണ്ടപ്പം നയൻതാരയ്ക്ക് ഒത്തിരി ഫീലായി. മേ ബി ഷീ വെന്റ് ബാക്ക് ടു ഹർ ഫ്ലാഷ് ബാക്സ്. അതൊക്കെ ചിലപ്പം ഓർത്തിട്ട് കാണും. അതുകൊണ്ട് ഞാൻ നീതുവിനൊരു ഉപദേശം കൊടുക്കുകയാണ്, നീതു പടം കാണണ്ട. ഞാൻ കാണും. കാരണം എനിക്ക് സഹിക്കാൻ പറ്റും. നീതു പൊട്ടിപ്പൊട്ടിക്കറിയും. ഒരുപാട് ഫ്ലാഷ് ബാക്കുകളുള്ള ഒരു വ്യക്തിയാണ്. പൊട്ടിപ്പൊട്ടിക്കറിയും. എന്നാലും എനിക്കൊരു സംശയം, എന്റെ ഫ്ലാഷ് ബാക്കെല്ലാം എനിക്ക് എങ്ങനെ അറിയാം? ഞാനുണ്ടായിരുന്നല്ലോ സ്വപ്നത്തില്. രസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നയൻസ് അത്ര ഫീൽ ചെയ്ത് കരഞ്ഞത്. നയൻസ് പൊട്ടി കരഞ്ഞു എന്നാണ് കൂട്ടുകാർ പറഞ്ഞത്. എന്നിട്ട് നയൻസ് പറഞ്ഞു, എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു, എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ കണ്ടത് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് ഞാൻ നീതുവിനോടും പറഞ്ഞത്, വേണ്ട നീതു, റിസ്ക് എടുക്കണ്ട, ഞാൻ എന്തായാലും കാണും. നീ ഇത്രയ്ക്ക് പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും കാണും. എന്തായാലും നീതു കാണും, നമ്മളും കാണും. നമ്മൾ എന്തായാലും പടം കാണും. നമ്മുടെ മിയം അഭിനയിച്ചത്. നയൻസ് കരഞ്ഞോട്ടെ, നയൻസിന് വേറെ പണിയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് പോക്കിരിത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഇടയ്ക്കൊന്ന് കരഞ്ഞോട്ടെ, കുഴപ്പമില്ല. എന്തായാലും നയൻസ് ഇത്രയും കരഞ്ഞ സ്ഥിതിക്ക് ആശ്വസിപ്പിക്കട്ടെ.
ആശ്വസിപ്പിക്കണം. അതിന് സെബാനുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഈ ആര് കരഞ്ഞാലും പെൺപിള്ളേര് ആൺപിള്ളേര് കരഞ്ഞാലും സെബാൻ എന്തിനു മൈൻഡ് ചെയ്യണം? ആൺപിള്ളേര് ആൺകുട്ടികൾ കരയാൻ പാടില്ല. അതാണ് കാരണം. എന്താ അറിയോ, ആൺകുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ ആൺപിള്ളേരുടെ ആണ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആണത്വം എന്ന് പറയുന്നത്. എന്താണ്, പെൺകുട്ടികളെക്കാളും കൂടുതൽ കരയുന്നത്, കൂടുതൽ ഇമോഷണൽ ആവുന്നത് ആൺപിള്ളേരാ. പക്ഷെ അത് ഒരിക്കലും അവരെ പുറത്ത് കാണിക്കില്ല. അതാണ് സത്യം. എന്താണെന്നറിയോ, ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പം ആണിൽ നിന്ന് ഒരു വാരിയിൽ ഊരിയെടുത്താണ് പെണ്ണിന് വെച്ച്, അങ്ങനെയാണ് പെണ്ണിന് ജീവൻ കൊടുത്തതെന്നാണ് ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത്. പലതും പലതാണ്, എങ്കിലും ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പെണ്ണിനൊരു എല്ല് കൂടുതലാണ്, ആണിനൊരു എല്ല് എടുത്തിട്ടാണല്ലോ അങ്ങോട്ട് വെച്ചത്. അപ്പോൾ ഒരു എല്ല് പെണ്ണിന് കൂടുതലുണ്ട്. അവർക്ക് നല്ല ബോൺ കപ്പാസിറ്റിയാണ്, മന കപ്പാസിറ്റി, തൊലി കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഒന്നുമില്ല, റോഡിൽ കൂടെ പോകുന്ന കൊച്ചുങ്ങൾ ഇങ്ങനെ പറയുന്ന ആളാണ്. ആണല്ലേ, നന്നായി. അപ്പം നമുക്ക് ഈ ഗോസിപ്പ് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ അടുത്ത ഗോസിപ്പ് എന്തായിരിക്കും? ഒരു ന്യൂ ജനറേഷനിലുള്ള ഒരു സ്റ്റാറെ കുറിച്ചാണ്. മണ്ടികളെ കുറിച്ചാണോ, മണ്ടീനെ കുറിച്ചാണോ? അപ്പൊ നീതിനെ കുറിച്ചാണ്. ആലിയ ഭട്ടിനെ കുറിച്ചാണ്. ആലിയ ഭട്ടിന്റെ യൂഷ്വലി സ്റ്റാർട്ടിങ്ങിലൊക്കെ അവര് നല്ല അടിപൊളി ഫോട്ടോസും ഒക്കെ ആയിരുന്നു ഇട്ട് തുടങ്ങിയത്. പക്ഷെ ഇപ്പം അവളൊരു ചെറിയ മണ്ടത്തരം ചെയ്തതുകൊണ്ട് ആൾക്കാർ ഒത്തിരി കളിയാക്കിയിട്ടുള്ള ഫോട്ടോസാണ് ഫേസ്ബുക്കിലും എല്ലാ സ്ഥലത്തും ഇടുന്നത്. എന്തായാലും ഇതൊരു വലിയ മണ്ടത്തരം തന്നെയാണ്. ബിക്കോസ് പറ്റിയ മണ്ടത്തരം എന്താണ് പൊതുവേദികളിൽ, അതും എന്താണ് എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമിൽ പോയിരുന്നിട്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് മണ്ടിയായി ആലിയ ഭട്ട്. അതും ഏത് പ്രോഗ്രാം ആയിരുന്നു? കോഫി വിത്ത് കരൺ എന്നൊരു ഫേമസ് പ്രോഗ്രാം. അത് കാണാത്ത ആൾക്കാരില്ല. അവിടെ വെച്ച് കരൺ ജോഹർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പൊ അതിന്റെ ഉത്തരം അവള് പറഞ്ഞു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. നമ്മുടെ നീതു ഇതിനുള്ള ആൻസർ പറയുന്നതായിരിക്കും. ശരിക്കുള്ള ആൻസർ നീതു പറയും. ശരിക്കുള്ള ആൻസർ പിന്നീട് പറയാം. പക്ഷെ ആലിയ ഭട്ട് എന്താണ് പറഞ്ഞത്? ഇത് പറഞ്ഞിട്ട് പോയാ മതി. ശരിക്കുള്ള ആൻസർ മോഡിയാണ്. മോഡിയോ? മോദി. നമ്മുടെ പക്ഷെ ഇതേ നീതുവിന് പോലും ആൻസർ അറിയാം, എന്നിട്ട് നമ്മുടെ ആലിയ ഭട്ടിന് ആൻസർ പറയാൻ പറ്റില്ല. ആലിയ ഭട്ട് എന്താ പറഞ്ഞറിയോ? പൃഥ്വിരാജ് ചൗഹാൻ. അപ്പം ഈ ഒരു മണ്ടത്തരം കാരണം ആൾക്കാരൊക്കെ ആലിയ ഭട്ടിനെ ഒത്തിരി കളിയാക്കുന്നുണ്ട്. ആലിയ ഭട്ട് പണ്ട് ഭയങ്കര ഹോട്ട് ചിത്രങ്ങളൊക്കെ ട്വിറ്ററിലും അതുപോലെ ഫേസ്ബുക്കിലും ഇട്ടിരുന്നതാണ്. ഇപ്പൊ അതിന് പകരം ജോക്സ് ചിത്രങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കളിയാക്കുന്നുണ്ട്. പണി പാളി. പക്ഷേ അത് അവള് തെറ്റിച്ചതല്ലേ. ഈ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. ഇതാണ് എനിക്ക് നീതുവിനോട് പറയാനുള്ള ഒരു ഉപദേശം. എന്തായാലും സംഭവം പണി പശുമ്പാലി കിട്ടിന്നൊക്കെ പറയുന്ന പോലെ പണി കിട്ടി. ആലിയ ഭട്ട് ഇപ്പൊ മിണ്ടാറില്ല, ആരോടും ഒരു അക്ഷരം സംസാരിക്കാറില്ല. പറഞ്ഞ മണ്ടത്തരാവൂന്നുള്ള പേടിയാണ്. എന്നാൽ ഒരബദ്ധം ഏത് ബുദ്ധിമാനം പറ്റും അല്ലേ? പക്ഷെ അത് സെലിബ്രിറ്റി ആവുന്ന സമയത്ത് അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തായിരിക്കും. അപ്പൊ സെലിബ്രിറ്റി ആവുന്ന സമയത്ത് നോക്കിയിട്ടും സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. അത് നീതു എനിക്ക് നൽകിയ ഉപദേശമാണ്. ഞാൻ താമസിക്കാതെ തന്നെ സെലിബ്രിറ്റി ആവുമല്ലോ. പിന്നെ എനിക്ക് പിന്നെ ഈ ഒരുപാട് ബുദ്ധി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സ്വപ്നത്തിലായിരിക്കും. എന്തായാലും എന്താണ് ഈ ഒരു നിമിഷത്തിൽ നമുക്കൊരു പാട്ട് കണ്ടാലോ? ഒരു അടിപൊളി പാട്ട് കേട്ടിട്ട് നമുക്ക് ഇന്ന് നമ്മൾ രസകരമായ ഒരുപാട് ഗോസിപ്പുകൾ കണ്ടു. അടുത്ത ആഴ്ചയും ഇതുപോലെ നിങ്ങൾക്ക് രസം പകരാൻ നീതു തന്നെ വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ചിലപ്പം അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മുടെ സൂര്യ മറ്റേ ക്രൗണൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വരട്ടെ അല്ലേ? 100% അങ്ങനെ വരട്ടെ. എന്തായാലും ഓണമാണ്, എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിടുക്കത്തിലാണ്, ഓണം ആഘോഷത്തിലാണ് അല്ലേ? ഫുൾ സെലിബ്രേഷൻ എല്ലാവരുടെയും ഓണത്തിന്റെ ഡിസ്കൗണ്ട്സും സെയിൽസും എല്ലാം എവിടെയും പോയി നോക്കിയാൽ ഓണത്തിന്റെ ഫുൾ പ്രിപ്പറേഷൻസ് ആണ്. 100%. എന്തായാലും എന്താണ് പഴയൊരു കഴിഞ്ഞൊരു ദിവസം ഞാൻ നീതുവിനെ കണ്ടപ്പോൾ നീതുവിനോട് ഞാൻ പറഞ്ഞു, നീതു ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഇങ്ങനെ കണ്ട മതിലൊക്കെ ചാടി കിടന്നു പോയിട്ട് പൂവൊക്കെ കട്ട് പറിച്ചോണ്ട് പോന്നിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ ഇടുമായിരുന്നു, അത്തൊക്കെ ഇടുമായിരുന്നു ഒക്കെ പറഞ്ഞപ്പോൾ നീതു ഈ ഒരു ഇത് വെച്ചിട്ട്
അപ്പുറത്തെ വീട്ടിലെ മതില് ചാടി പട്ടി അടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതൊക്കെ സത്യമാണ്. വിശ്വസിക്കരുത്. എന്തായാലും ഒരു ഉപദേശമാണ്. അടുത്ത വീട്ടിൽ പട്ടി ഉണ്ട്, നോക്കിയിട്ട് വേണം പൂ പറിക്കാൻ ചാടാൻ വേണ്ടിട്ട്. ഭയങ്കര ഇഷ്ടം പട്ടികൾ. നീതുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. പക്ഷെ പട്ടികളും ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിന് ഒരു മാനദണ്ഡം കീപ്പ് ചെയ്യുന്ന ആൾക്കാർ. എന്തായാലും അത്തം എന്താണ് എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് രാവിലെ അടിപൊളിയായി ഓണം ആഘോഷിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും വീണ്ടും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീണ്ടും നേരുകയാണ്. നമുക്ക് ഈ ഗോസിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പം നമുക്ക് പോവാം. അടുത്ത ആഴ്ച ഓണവിശേഷങ്ങളും കൂടുതൽ ഓണവിശേഷങ്ങളുമായിട്ട് കൂടുതൽ ഗോസിപ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരയ്ക്കും ഗുഡ് ബൈ.